ഇന്ന് നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ 5-ാം മാസ സ്കാൻ എടുക്കണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിപ്പോർട്ടിനകത്ത് പ്ലസൻറ്റ പ്രീവിയ എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതായത് മറുപിള്ളയുടെ സ്ഥാനം താഴെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പേഷ്യൻറ്റിനാണെങ്കിൽ സംശയം എന്താ വെച്ചാൽ ഇത് നോർമൽ പ്രസവം സാധ്യമാണോ, സിസേറിയൻ തന്നെ വേണ്ടി വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ആളിരിക്കുന്നത്. പലപ്പോഴും 5-ാം മാസം സ്കാൻ ചെയ്യുമ്പോൾ പ്ലസൻ്റയുടെ പൊസിഷൻ താഴെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് എടുക്കുമ്പോൾ പ്ലസൻ്റ പ്രീവിയ എന്ന് ചില റേഡിയോളജിസ്റ്റ് എഴുതാറുണ്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസൻ്റ പ്രീവിയ എന്ന് അന്നേരം എഴുതേണ്ട ആവശ്യമില്ല. പ്ലസൻ്റ പ്രീവിയ എന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ പേഷ്യൻസിൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കൾ സിസേറിയൻ ചെയ്തത് പ്ലസൻ്റ പ്രീവിയയ്ക്ക് വേണ്ടിയാണ് ചെയ്തതെന്നുള്ള രീതിയിൽ അവർ അപ്പോഴേ സിസേറിയനെ കുറിച്ച് ടെൻഷൻ അടിച്ച് തുടങ്ങും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്ലസൻ്റ ലോ ലൈങ് എന്നാണ് അന്നേരം പറയേണ്ടത്. പിന്നെ ഈ സമയത്ത് 5-ാം മാസം നമ്മളങ്ങനെ റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ ആകെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലീഡിങ് ഉണ്ടാകാതെ നോക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ ചില പേഷ്യൻസിനോട് പറയും. പിന്നെ വെയിറ്റ് എടുക്കരുത്, ഭാരപ്പെട്ട ജോലി ചെയ്യില്ല, പിന്നെ സെക്ഷൽ ഇൻ്റർകോഴ്സ് പാടില്ല ഈ സമയത്ത് 5-ാം മാസം ആകുമ്പോൾ ഇങ്ങനെ താഴെയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർകോഴ്സ് പാടില്ല എന്ന് പറയും. പിന്നെ പ്രൊജസ്ട്രോൺ പോലുള്ള ടാബ്ലറ്റ്സ് വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാറുമുണ്ട്. പിന്നെ അവസാനത്തെ സ്കാനിങ് 9-ാം മാസത്തെ സ്കാൻ ചെയ്ത് നോക്കും. ആ സമയത്താണ് നമ്മൾ പ്ലസൻ്റ് താഴെയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് സിസേറിയൻ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ബ്ലീഡിങ്ങിന് സാധ്യത കൂടുതലുള്ളത് കൊണ്ടും പ്രസവം സാധ്യമല്ലാത്തതിനാലും നമുക്ക് സിസേറിയൻ്റെ ആവശ്യകത 9-ാം മാസത്തെ സ്കാനിങ്ങിൻ്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 5-ാം മാസത്തെ സ്കാനിങ്ങിൽ പ്ലസൻ്റ് താഴെയാണെങ്കിലും പിന്നീട് കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ 9-ാം മാസത്തെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് മാത്രമേ നമ്മൾ സിസേറിയൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ.